പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് അഭിഷേകും ഇഷയും. മാത്രവുമല്ല, ദേവബാലയാകട്ടെ ഇനി അവരെ കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ്. സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അവൻ ഇഷയുടെ കൂടെ ആണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അവിടെ പോയി അവരെ കണ്ടെത്തുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി നടക്കുകയുള്ളൂ. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി ഞാൻ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതെ ദേവബാല, നീ അവരെ വെറുതെ വിടരുത്. പിറകെ ഉണ്ടാകണം അവരുടെ. എന്നാൽ മാത്രമാണ് അവനൊക്കെ ഒരു ഭയം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ ചതിച്ചുകൊണ്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പിറകെയുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭയം കാരണം ചെയ്യുമ്പോഴൊക്കെ ഒന്ന് അവൻ വിറയ്ക്കും. അതും ശരിയാ. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുപോകാം. ഒരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല. ഇത് ഞാൻ നൽകുന്ന ഉറപ്പാണ്. ഇതോടെ സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിന്. ഇനി കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. ഇതേ സമയം ദേവബാല അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ഇഷയുടെ വീട്ടിലേക്ക് വരുന്ന ദേവബാല എവിടെയാണ് ഇഷ എന്ന് ചോദിച്ചിരിക്കുകയാണ് വീട്ടിലെ വേലക്കാരിയോട്. എനിക്കറിയില്ല, ഇഷ മേഡം പുറത്തുപോയി കുറെ നാളുകളായി. ഞാൻ എവിടെയാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ കള്ളം പറയുകയാ. നിങ്ങൾക്ക് കൃത്യമായി അറിയാം അവൾ എവിടെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ. എനിക്ക് അറിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ദേവബാലയ്ക്ക് അത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കിയില്ലെന്ന് വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാലയ്ക്ക് വാശി കൂടിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യേ. ഇഷയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ പറഞ്ഞേക്ക്, അഭിയുമായുള്ള സന്തോഷകരമായ ജീവിതമൊന്നും ലഭിക്കുകയില്ല എന്ന്. അവളെ ഞാൻ ഇല്ലാതാക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് ദേവബാല അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ ആഘോഷിക്കുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് ഇഷയും അഭിഷേകും. നല്ലൊരു ജീവിതമാണ് ഇനി വേണ്ടത്. ഇനിയും സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായുള്ള ആ ഫോൺ കോൾ എത്തുന്നത്. ദേവബാല നിങ്ങളെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. ഈ കാര്യം കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ. അഭി അറിഞ്ഞോ? ദേവബാല ഇപ്പോൾ നമ്മളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഓ, ആ പ്രാന്തിക്ക് ഇതിനൊരു ശമനമായില്ലേ? അവളെന്തായാലും ഇങ്ങോട്ട് വരട്ടെ. വെറുതെ വിടുന്നില്ല ഇപ്രാവശ്യം. ശരിയാക്കാം നമുക്ക് എന്ന് പറഞ്ഞ് വാക്ക് നൽകിയിരിക്കുകയാണ് ഇഷയ്ക്ക് അഭിഷേക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.